നമസ്കാരം. ശബരിമല വിഷയത്തിൽ പോലീസിന് രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. ബിന്ദുവിന്റെയും കനകദുർഗയുടെയും പ്രവേശനത്തിൽ ഹിഡൻ അജണ്ടയുണ്ടോ എന്ന് കോടതി. യുവതികളെ സ്വകാര്യ വാഹനത്തിൽ പമ്പയിലെത്തിച്ചത് എന്തിനെന്ന് പോലീസ് വിശദീകരണം നൽകണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. വിവരങ്ങളുമായി CN പ്രകാശ് ചേരുന്നു. പ്രകാശ്, വിശദാംശങ്ങൾ എന്താണ്? എന്തൊക്കെയാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്? 2-ാം തീയതി പുലർച്ചെ കനകദുർഗയും ബിന്ദുവും ശബരിമലയിൽ പ്രവേശിച്ചതുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. ആ റിപ്പോർട്ടാണ് ഇന്ന് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് പരിഗണിച്ചത്. ഈ റിപ്പോർട്ടിന്മേൽ മറുപടി നൽകാനാണ് സർക്കാർ കൂടുതൽ സമയം ചോദിച്ചു. പക്ഷേ അതിന് സമയം നൽകിയിട്ടില്ല. തീരുമാനം ശബരിമലയിൽ ആർക്കും പ്രതിഷേധിക്കാനുള്ള വേദിയല്ലെന്ന് ഇന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഒപ്പം കനകദുർഗയുടെയും ബിന്ദുവിന്റെയും സന്ദർശനത്തിൽ ഹിഡൻ അജണ്ടയുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതല്ലേ എന്നും ഹൈക്കോടതി ചോദിച്ചു. ഇതിന് പിന്നിൽ മറ്റേതെങ്കിലും ബാഹ്യശക്തികൾ ഉണ്ടോ എന്ന കാര്യം അന്വേഷിക്കേണ്ടതല്ലേ? അങ്ങനെ ബാഹ്യശക്തികൾ ഉണ്ടെങ്കിൽ മറ്റേതെങ്കിലും ഏജൻസിയെ കുറിച്ച് കൊണ്ട് ഇത് അന്വേഷിപ്പിക്കേണ്ടതല്ലേ എന്ന കാര്യങ്ങളാണ് കോടതി ചോദിച്ചത്. യുവതികൾ മല കയറുന്നതിന് പിന്നിൽ രഹസ്യ അജണ്ട ഉണ്ടോ എന്ന് പരിശോധിക്കണമെന്നാണ് കോടതി വാക്കാൽ പരാമർശിച്ചത്. ആരുടെയെങ്കിലും നിർബന്ധപ്രകാരമാണോ യുവതികൾ എത്തിയത് എന്ന് സർക്കാരിനോട് ചോദിച്ചു. ഇതടക്കമുള്ള കാര്യങ്ങളിൽ വിശദീകരണം നൽകാൻ പോലീസിന് നിർദ്ദേശം നൽകി. നിലയ്ക്കൽ നിന്ന് പമ്പയിലേക്ക് സ്വകാര്യ വാഹനങ്ങൾ അനുവദിക്കരുതെന്ന് നേരത്തെ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. പക്ഷേ എന്തടിസ്ഥാനത്തിലാണ് ഈ യുവതികൾക്ക് സ്വകാര്യ വാഹനത്തിൽ പമ്പയിലെത്താൻ അനുമതി നൽകിയത് എന്ന് പോലീസിനോട് ഹൈക്കോടതി ചോദിക്കുകയുണ്ടായി. ഈ കാര്യങ്ങളിലടക്കം പോലീസ് വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാനാണ് കോടതി ആവശ്യപ്പെട്ടത്. ഇതുമായി ബന്ധപ്പെട്ട ഹർജി അടുത്ത ബുധനാഴ്ച പരിഗണിക്കും. നന്ദി പ്രകാശ്. വിവരങ്ങൾക്ക്. പോലീസിനെതിരെ കോടതിയുടെ പരാമർശങ്ങൾ, പോലീസിനെതിരെ എന്ന് പറയാവുന്ന പരാമർശങ്ങളാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. യുവതീ പ്രവേശനത്തിൽ ഹിഡൻ അജണ്ട ഉണ്ടോ എന്ന ചോദ്യമാണ് കോടതി ഉന്നയിച്ചിരിക്കുന്നത്. ബിന്ദുവും കനകദുർഗയും മല കയറിയതിന് പിന്നിൽ ഹിഡൻ അജണ്ട ഉണ്ടോ? പോലീസ് അവർക്ക് സുരക്ഷ നൽകാനുണ്ടായ സാഹചര്യം എന്താണ് എന്നുകൂടെ കോടതി ചോദിച്ചിരിക്കുന്നു. മറ്റ് വാർത്തകളിലേക്ക്. CBI ഡയറക്ടർ അലോക് വർമ്മയെ നീക്കിയ കേന്ദ്ര സർക്കാരിന്റെ നടപടി സുപ്രീംകോടതി റദ്ദാക്കി. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അവധിയായതിനെ തുടർന്ന് ജസ്റ്റിസ് സഞ്ജയ് കിഷൻ കൌൾ വിധി പറഞ്ഞു. വിവരങ്ങളുമായി ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, എന്ത് കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കോടതിയുടെ വിധി? എന്തെങ്കിലും ഉപാധികൾ വിധിക്കകത്തുണ്ടോ? സനീഷ്, CBI ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് അലോക് വർമ്മയെ മാറ്റിക്കൊണ്ട് ഒക്ടോബർ 23-ാം തീയതിയാണ് കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തിരുന്നത്. CBIയിലെ അധികാര തർക്കങ്ങൾ പൊതുജന മധ്യത്തിൽ CBIയുടെ വിശ്വാസ്യതയെ ബാധിക്കുന്നത് കൊണ്ടാണ് ഈ തീരുമാനമെന്നാണ് കേന്ദ്ര സർക്കാർ പിന്നീട് സുപ്രീം കോടതിയിലടക്കം അതിനെ ന്യായീകരിച്ചിരുന്നത്. ഈ തീരുമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അലോക് വർമ്മ നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ നിർണായക വിധി ഇന്നുണ്ടായിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ചാണ് ഈ കേസിൽ അലോക് വർമ്മയ്ക്ക് ഏറെക്കുറെ അനുകൂലമാകുന്ന രീതിയിൽ CBIയുടെ തന്നെ ഭാവിയെ സംബന്ധിച്ച് വളരെ നിർണായകമാകുന്ന ഈ വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. കോടതി വ്യക്തമാക്കുന്നത് ഡൽഹി പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് നിയമപ്രകാരം CBI ഡയറക്ടറുടെ നിശ്ചിത കാലാവധി 2 വർഷമാണ്. നേരത്തെ വിനീത് നാരായൺ കേസിൽ സുപ്രീം കോടതി തന്നെ ഈ നിശ്ചിത കാലാവധി വ്യക്തമാക്കുകയും ചെയ്തതാണ്. അതിന് വിരുദ്ധമായാണ് അലോക് വർമ്മയെ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നത്. അലോക് വർമ്മയെ സ്ഥാനത്ത് നിന്ന് മാറ്റാനോ മറ്റൊരു സ്ഥാനത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനോ ഒന്നും കേന്ദ്ര സർക്കാരിന് അധികാരമില്ല. CBI ഡയറക്ടറെ നിയമിക്കുന്ന പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള സമിതിക്ക് മാത്രമാണ് ഏതെങ്കിലും തരത്തിൽ അധികാരമുള്ളത്. അതിനെ മറികടന്നുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ CBI ഡയറക്ടർ അലോക് വർമ്മയെ മാറ്റാനുള്ള തീരുമാനം കൈക്കൊണ്ടതെന്നാണ് സുപ്രീം കോടതി ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് അലോക് വർമ്മയെ CBI ഡയറക്ടർ സ്ഥാനത്തേക്ക് വീണ്ടും പ്രവേശിക്കുന്നതിന് വഴിയൊരുക്കിക്കൊണ്ടുള്ള കോടതിയുടെ ഉത്തരവ് വരുന്നത്. എന്നാൽ ആ വരവിന് ചില ഉപാധികൾ കൂടി കോടതി മുന്നോട്ട് വച്ചിട്ടുണ്ട്. അലോക് വർമ്മയ്ക്കെതിരെ ചില അഴിമതി ആരോപണങ്ങൾ ഉയർന്നിരുന്നു. കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ അതിനെപ്പറ്റി അന്വേഷണം നടത്തിയതാണ്. ഈ ആരോപണങ്ങൾ പ്രധാനമന്ത്രി അധ്യക്ഷനായ ഉന്നതാധികാര നിയമന സമിതി പരിശോധിക്കട്ടെ എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രധാനമന്ത്രി, ചീഫ് ജസ്റ്റിസ്, ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവ് എന്നിവരടങ്ങുന്ന ഈ സമിതി ഒരാഴ്ചക്കുള്ളിൽ യോഗം ചേർന്നുകൊണ്ട് ആരോപണങ്ങൾ പരിശോധിച്ച് തീരുമാനമെടുക്കണമെന്നാണ് കോടതിയുടെ ഉത്തരവ്. ഈ മാസം 31-ാം തീയതി വരെയാണ് അലോക് വർമ്മയ്ക്ക് CBI ഡയറക്ടർ സ്ഥാനത്ത് കാലാവധി ഉള്ളത്. അതിനുള്ളിൽ ഉന്നതാധികാര സമിതിയുടെ തീരുമാനം അദ്ദേഹത്തിന് അനുകൂലമായോ പ്രതികൂലമായോ വരുമോ എന്ന കാര്യമാണ് ഇനി അറിയാനുള്ളത്. രാഷ്ട്രീയമായിട്ട് ഏത് നിലക്ക് ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമായിരിക്കും ഇത്, ഉണ്ണി? പ്രത്യേകിച്ചും ഭരണഘടനാ സ്ഥാപനങ്ങളെ തകർക്കാൻ നരേന്ദ്രമോദി സർക്കാർ ശ്രമിക്കുന്നു എന്ന പ്രതിപക്ഷ വിമർശനമൊക്കെ ഉണ്ടായിരിക്കുകയും അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് CBIയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉയർത്തപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയമായി കേന്ദ്ര സർക്കാരിന് വലിയ തിരിച്ചടി തന്നെയാണ് ഈ തീരുമാനം. കാരണം CBIയുടെ പ്രവർത്തന സ്വാതന്ത്ര്യത്തിൽ ഇടപെട്ടുകൊണ്ട് CBI എന്ന അന്വേഷണ ഏജൻസിയെ തന്നെ തകർക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിച്ചിരുന്നു എന്നതാണ് ഉയർന്നിരുന്ന ആരോപണം. മാത്രമല്ല BJP നേതൃത്വത്തിന് അടുപ്പമുള്ള രാകേഷ് അസ്താന എന്ന ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കാൻ വേണ്ടി അലോക് വർമ്മയെ ബലിയാടാക്കുകയായിരുന്നു എന്ന ആരോപണവും ഉയർന്നു വന്നതാണ്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ വിധി സർക്കാരിന് വലിയ തിരിച്ചടിയാകുന്നത്. CBI, RBI, സുപ്രീം കോടതി തുടങ്ങിയ എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും തകർക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നു എന്നതാണ് പ്രതിപക്ഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന വേളയിൽ ഉന്നയിക്കുന്ന പ്രധാന
പ്രധാനപ്പെട്ട ആരോപണം. ആ ആരോപണത്തിന് കൃത്യമായ ഒരു ആയുധം പ്രതിപക്ഷത്തിന് ലഭിച്ചിരിക്കുന്നു. കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ വരുന്ന പ്രതികരണവും അത് തന്നെയാണ്. CBI തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിന് ലഭിച്ച തിരിച്ചടിയാണിത് എന്ന വിമർശനമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി കേന്ദ്ര സർക്കാരിനെതിരെ പ്രത്യക്ഷമായ ഒരു ആയുധം ലഭിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾക്ക് എന്നത് തന്നെയാണ് പ്രധാനം. നന്ദി ഉണ്ണികൃഷ്ണൻ വിവരങ്ങൾക്ക്. മറ്റു വാർത്തകളിലേക്ക്. സാമ്പത്തിക സംവരണത്തിനുള്ള ഭരണഘടനാ ഭേദഗതി ബിൽ സർക്കാർ അല്പസമയത്തിനകം ലോക്സഭയിൽ അവതരിപ്പിച്ചേക്കും. മുന്നോക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് 10% സംവരണം ഏർപ്പെടുത്താനുള്ള ബിൽ ഇന്നലെ കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള BJP നീക്കത്തിൽ പ്രതിപക്ഷ പാർട്ടികൾക്ക് രാഷ്ട്രീയ വിയോജിപ്പുണ്ടെങ്കിലും ലോക്സഭയിൽ സാമ്പത്തിക സംവരണത്തെ പിന്തുണയ്ക്കുകയാണ് ചെയ്യുക. സഭാ നടപടികൾ പുരോഗമിക്കുകയാണ്. രാജ്യസഭ ഉച്ചയ്ക്ക് 2 മണി വരെ പിരിഞ്ഞു. അഖിലേഷ് യാദവിനെതിരായ CBI നടപടിയിൽ പ്രതിഷേധിച്ച് SP അംഗങ്ങൾ സഭാ നടപടികൾ തടസ്സപ്പെടുത്തി. തെലങ്കാന വിഷയത്തിൽ TRS അംഗങ്ങളും പ്രതിഷേധമുയർത്തി. സാമ്പത്തിക സംവരണം ഏർപ്പെടുത്താനുള്ള കേന്ദ്ര നീക്കത്തെ എതിർത്ത് VS അച്യുതാനന്ദൻ. സംവരണം എന്ന ആശയത്തിന്റെ സത്ത ചോർത്തിക്കളയുന്ന തീരുമാനമാണ് കേന്ദ്രം കൈക്കൊണ്ടിട്ടുള്ളത് എന്നും VS കുറ്റപ്പെടുത്തുന്നു. സാമ്പത്തിക സംവരണത്തിൽ കൂടുതൽ ചർച്ച വേണമെന്നും VS ആവശ്യപ്പെടുന്നു. വിവരങ്ങളുമായി VV അരുൺ ചേരുന്നു. അരുൺ, ഇന്നലെ ഈ വാർത്ത വന്ന ഉടനെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് സ്വാഗതം ചെയ്തിരുന്നു. ഏത് നിലക്കാണ് VSന്റെ അഭിപ്രായം അതോട് വ്യത്യസ്തമായി നിൽക്കുന്നത്? സനീഷ, മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും ഇന്നലെ കേന്ദ്ര സർക്കാർ തീരുമാനത്തെ തുറന്ന് സ്വാഗതം ചെയ്തിരുന്നു. പക്ഷേ ഒരു വ്യവസ്ഥ മാത്രമാണ് അവർ മുന്നോട്ട് വച്ചത്. അത് നിലവിലെ സംവരണത്തെ ഒരു തരത്തിലും ബാധിക്കരുതെന്ന് മാത്രമാണ് CPMന്റെ നിലപാട്. പക്ഷേ VS ഇതിനെ പൂർണ്ണമായും എതിർക്കുകയാണ്. ജാതി പിന്നാക്കാവസ്ഥ പോലെ സാമ്പത്തിക പിന്നോക്കാവസ്ഥ ശാശ്വതമല്ല. സംവരണം പോലുള്ള കാര്യങ്ങളെ കേവലം വോട്ട് ബാങ്കിനായി തരം താഴ്ത്താനുള്ള BJPയുടെ നീക്കം തുറന്നു കാട്ടണമെന്നാണ് VSന്റെ ആവശ്യം. നേരത്തെ വാജ്പേയി സർക്കാരിന്റെ കാലത്ത് ഇതുപോലൊരു ക്യാബിനറ്റ് തീരുമാനമുണ്ടായപ്പോൾ CPM അതിന്റെ പൊള്ളത്തരം തുറന്നു കാട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് രാജ്യവ്യാപകമായി ചർച്ച ചെയ്ത ശേഷം മാത്രമേ ഇത്തരത്തിലുള്ള സംവരണം നടപ്പാക്കാവൂ എന്നാണ് VSന്റെ ആവശ്യം. നന്ദി അരുൺ വിവരങ്ങൾക്ക്. പിണറായി വിജയന്റെയും കോടിയേരി ബാലകൃഷ്ണന്റെയും അഭിപ്രായത്തെ എതിർക്കുകയാണ് VS അച്യുതാനന്ദൻ. സംവരണ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെതിരാണ് അദ്ദേഹം. ദേശീയ പണിമുടക്ക് തുടരുന്നു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ BMS ഇതര ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത രാജ്യവ്യാപക പണിമുടക്ക് പുരോഗമിക്കുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സമരാനുകൂലികൾ ട്രെയിൻ തടഞ്ഞതോടെ തീവണ്ടി ഗതാഗതം താറുമാറായി. KSRTCയും സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തുന്നില്ല. അതേസമയം ഉത്തരേന്ത്യയിൽ ദേശീയ പണിമുടക്ക് ഭാഗികമാണ്. മെട്രോ നഗരങ്ങളെ പണിമുടക്ക് ബാധിച്ചിട്ടില്ല. എന്നാൽ ബീഹാറിലും ഒഡീഷയിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും പണിമുടക്ക് പൂർണ്ണവുമാണ്. തിരുവനന്തപുരം തമ്പാനൂരിൽ ഓട്ടോറിക്ഷ ഡ്രൈവറെ സമരാനുകൂലികൾ മർദ്ദിച്ചു എന്ന വിവരമുണ്ട്. പോലീസ് നോക്കി നിൽക്കെയാണ് ഓട്ടോറിക്ഷ ഡ്രൈവറെ സമരാനുകൂലികൾ മർദ്ദിച്ചത്. VV വിനോദ് ചേരുന്നു വിവരങ്ങളുമായി. മറ്റുള്ള അവർ വിവിധ ജില്ലകളിൽ നിന്ന് നമ്മോടൊപ്പം ചേരും. ആദ്യം വിനോദിലേക്ക്. വിനോദ്, എന്താണ് ഉണ്ടായത്? ഓട്ടോ ഡ്രൈവർക്ക് മർദ്ദനമേൽക്കുന്ന സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത്? സനീഷ്, സംസ്ഥാനത്ത് പണിമുടക്ക് പൂർണ്ണമാണ്. ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഏറെക്കുറെ ജനജീവിതം നിശ്ചലമായിരുന്നു. ട്രെയിൻ സർവീസുകൾ രാവിലെ തന്നെ തടഞ്ഞു. 5 മണി മുതൽ തന്നെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ സമരാനുകൂലികൾ എത്തുകയും വേണാട് എക്സ്പ്രസ് തടയുകയും ചെയ്തു. പിന്നീട് ജനശതാബ്ദി ഉൾപ്പെടെയുള്ള 4 ട്രെയിനുകളാണ് തിരുവനന്തപുരത്ത് തടഞ്ഞിട്ടത്. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞു കിടക്കുകയാണ്. KSRTC സർവീസ് നടത്തുന്നില്ല. സ്വകാര്യ ബസ്സുകളോ മറ്റു ടാക്സി ഓട്ടോ സർവീസുകളോ ഇല്ല. തമ്പാനൂരിൽ സർവീസ് നടത്തിയ ഓട്ടോയെ തടഞ്ഞു നിർത്തി ഡ്രൈവറെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. യാത്രക്കാരെ ഇറക്കി വിടുകയും ചെയ്തു. പ്രധാനമായും ഇതിൽ ഹർത്താൽ അനുകൂലികളും നേതാക്കളും നേരത്തെ വ്യക്തമാക്കിയത് ഏതെങ്കിലും തരത്തിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ കടകൾ അടപ്പിക്കുകയോ അല്ലെങ്കിൽ സ്വകാര്യ വാഹനങ്ങൾ തടയുകയോ ചെയ്യില്ല എന്നതാണ്. തിരുവനന്തപുരത്തെ ചില ഹോട്ടലുകൾ ഉൾപ്പെടെ തുറന്നിട്ടുണ്ട്. ആ കടകളൊന്നും തന്നെ ഇതുവരെയും അടപ്പിച്ചിട്ടില്ല. സ്വകാര്യ കാറുകൾ സർവീസ് നടത്തുന്നുണ്ട്. ഇരുചക്ര വാഹനങ്ങളും സർവീസ് നടത്തുന്നുണ്ട്. അതേസമയം ഓട്ടോയോ മറ്റ് ടാക്സിയോ സർവീസ് നടത്തിയാൽ അത് തടയുന്നുണ്ട്. അത്തരത്തിലൊരു സംഭവമാണ് തമ്പാനൂരിൽ ഉണ്ടായത്. ഏതായാലും പോലീസിൻ്റെ വലിയ ഒരു സുരക്ഷാ സംവിധാനം തന്നെയുണ്ട്. നേരത്തെയൊക്കെ ഉണ്ടായ ഹർത്താലുകളിലും മറ്റ് അക്രമ സംഭവങ്ങളിലും വ്യാപകമായ നഷ്ടമാണ് സംസ്ഥാനത്തുണ്ടായത്. അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ നിർദ്ദേശമുണ്ടായിരുന്നു, DGPയുടെ നിർദ്ദേശമുണ്ടായിരുന്നു. കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്നത്. അല്പസമയം മുൻപ് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് മാർച്ച് നടന്നിരുന്നു. BMS ഒഴികെയുള്ള മുഴുവൻ സംഘടനകളും ഈ മാർച്ചിൽ പങ്കെടുത്തു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നരേന്ദ്രമോദി സർക്കാരിൻ്റെ അവസാന കാലത്ത് എല്ലാ ട്രേഡ് യൂണിയനുകളും രാഷ്ട്രീയ എതിർപ്പുകൾ മാറ്റിവെച്ച് ഒരുമിച്ച് കേന്ദ്ര
സർക്കാരിനെതിരെ എത്തുന്നു. കൃത്യമായ രാഷ്ട്രീയം ഇതിലുണ്ട്. ഏതായാലും സർക്കാരിനെതിരെയുള്ള വലിയൊരു മുന്നേറ്റമായി തന്നെയാണ് ഈ പണിമുടക്കിനെ മുഴുവൻ സംഘടനകളും കാണുന്നത്. നാളെയും ഈ സമരം തുടരും. നാളെ അർദ്ധരാത്രി വരെയാണ് പണിമുടക്ക്. ഏതായാലും ഇതുവരെ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ജനജീവിതം ഏറെക്കുറെ സ്തംഭിച്ചിരിക്കുകയാണ്. വിനോദ്, പണിമുടക്കിന്റെ ഭാഗമായുള്ള മറ്റ് പരിപാടികൾ, അതായത് റാലി പോലുള്ള തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിലുള്ള റാലി പോലുള്ള പരിപാടികൾ എപ്പോഴാണ്? പൊതുയോഗം പോലുള്ള സംഭവങ്ങളുണ്ടോ? അത്തരം കാര്യങ്ങൾ എന്താ? സംയുക്ത ട്രേഡ് യൂണിയന്റെ റാലി അല്പസമയം മുൻപ് ഇവിടെ സമാപിച്ചു. തുടർന്ന് പൊതുയോഗവും ഉണ്ടായിരുന്നു. അതും ഇപ്പോൾ അവസാനിച്ച രീതിയിലാണ്. നേരത്തെ BJP നേതാക്കൾ നിരാഹാരം കിടക്കുന്ന പന്തലിന് മുന്നിലൂടെയാണ് ഇത് കടന്നുപോയത്. വലിയ തോതിൽ തൊഴിലാളികളുടെ പങ്കാളിത്തമുണ്ടായിരുന്നു. CITUവിൻ്റെയും AITUCയുടെയും INTUCയുടെയും ഉൾപ്പെടെ ഏതാണ്ട് 11-ലധികം സംഘടനകളാണ് കേരളത്തിൽ ഈ പണിമുടക്കുമായി ബന്ധപ്പെട്ട് സമര രംഗത്തുള്ളത്. ഇവരുടെ വലിയൊരു കൂട്ടം തന്നെ ഇതുവഴി മാർച്ചായി കടന്നുപോയിരുന്നു. ഈ സമയത്ത് തന്നെയാണ് BJP നേതാവ് ഇവിടെ ഇപ്പോൾ മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷയാണ് ഇന്നു മുതൽ നിരാഹാരം അനുഷ്ഠിക്കുന്നത്. ഇവിടെ വലിയ പോലീസിന്റെ ഒരു സന്നാഹവും ഉണ്ടായിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളിലേക്ക് കാര്യങ്ങൾ മാറാതിരിക്കാനുള്ള നടപടിയാണ് സ്വീകരിച്ചത്. പക്ഷേ സമരത്തിന്റെ ഭാഗമായി രാവിലെ മുതൽ തന്നെ സമരാനുകൂലികൾ സമരരംഗത്തിറങ്ങിയിരുന്നു. പുലർച്ചെ തന്നെ ട്രെയിനുകൾ തടയുന്ന സാഹചര്യമുണ്ടായി. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ മാത്രം ഏതാണ്ട് 50-ലധികം പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടിട്ടുണ്ട്. കണ്ടാൽ അറിയാവുന്ന 300ഓളം പേർക്കെതിരെ കേസെടുക്കുമെന്നും ഇപ്പോൾ റെയിൽവേ പോലീസ് അറിയിച്ചിട്ടുണ്ട്. ചിറയൻകീഴും വർക്കലയിലും ഇത്തരത്തിൽ ട്രെയിൻ തടഞ്ഞിട്ടുണ്ട്. അതായത് തിരുവനന്തപുരത്ത് തന്നെ ഏതാണ്ട് 1.5 മണിക്കൂർ തടഞ്ഞ ട്രെയിൻ പിന്നീട് ജില്ലയിൽ തന്നെ 2ഇടങ്ങളിൽ കൂടി തടയുന്ന ഒരു നിലയുണ്ടായി. അങ്ങനെ മണിക്കൂറുകളുടെ കാലതാമസം യാത്രയിൽ ജനങ്ങൾക്കുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഏതായാലും വലിയ തോതിൽ വാഹനങ്ങൾ നിരത്തിലില്ല. സ്വകാര്യ വാഹനങ്ങൾ തടയുന്നില്ല. എങ്കിൽ തന്നെയും കടകമ്പോളങ്ങളോ മറ്റു വാഹനങ്ങളോ കൂടുതലായി നിരത്തിലിറങ്ങുകയോ അല്ലെങ്കിൽ ചിലയിടങ്ങളിൽ നേരിയ ഇതുവരെയുള്ള മണിക്കൂറുകളിൽ നേരിയ ചില സംഭവങ്ങളാണ്, അനിഷ്ട സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ കാണുന്ന ദൃശ്യങ്ങളുള്ളതുപോലെ ഒരു ഓട്ടോ ഡ്രൈവറുമായി സമരാനുകൂലികൾ തർക്കിക്കുന്നതിൻ്റെ വിവരങ്ങളാണ് ഉള്ളത്. തമ്പാനൂരിൽ വെച്ചാണ് ആ സംഭവം ഉണ്ടായത്. പക്ഷേ അത് പോലീസ് ഇടപെട്ട് ആളുകളെ ഡ്രൈവറെ കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വലിയ ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. SS ശരൺ കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ശരൺ, കൊച്ചിയിൽ എന്താണ് സ്ഥിതി? ഈ നഗര കേന്ദ്രത്തിലടക്കം വലിയ തോതിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ടോ ആളുകൾക്ക്? സനീഷ്, തീർച്ചയായിട്ടും നഗര കേന്ദ്രങ്ങളടക്കം ഹർത്താൽ ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം നമുക്ക് അറിയാം, സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത്. KSRTC ബസ്സോ സ്വകാര്യ ബസ്സുകളോ സർവീസ് നടത്താത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഓട്ടോ ടാക്സികളും നിരത്തിൽ വളരെ വിരളമായിട്ടാണ് നമുക്ക് പ്രകടമാകുന്നത്. ഇപ്പോഴും അത് തുടർന്നു പോകുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. നമ്മളിപ്പോൾ വൈറ്റ്ലയിലാണ് നിൽക്കുന്നത്. ഇവിടെ കടകളടക്കം ഭാഗികമായിട്ട് മാത്രമേ തുറന്നിട്ടുള്ളൂ. നേരത്തെ തന്നെ ഇവിടെയുള്ള വ്യാപാരികൾ വ്യക്തമാക്കിയിരുന്നത്, കൊച്ചിയിലെ വ്യാപാരികൾ വ്യക്തമാക്കിയിരുന്നത് കടകൾ ഇന്ന് തുറന്ന് പ്രവർത്തിക്കുമെന്നാണ്. എന്നാൽ അത്തരത്തിലൊരു നീക്കം വ്യാപാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാത്തതാണ് നമുക്ക് പിന്നീട് കാണാൻ സാധിച്ചത്. അതായത് ഭാഗികമായിട്ട് മാത്രമേ കൊച്ചി നഗരത്തിൽ കടകൾ തുറന്ന് പ്രവർത്തിക്കുന്നുള്ളൂ. പലയിടങ്ങളിലും കടകൾ ഇപ്പോഴും അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നേരത്തെ നമുക്കറിയാം, തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിൽ സംയുക്ത ട്രേഡ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ട്രെയിൻ തടഞ്ഞിരുന്നു. ചെന്നൈ മെയിലാണ് തടഞ്ഞത്. എന്നാൽ അത് കുറച്ച് സമയങ്ങൾക്ക് ശേഷം ട്രെയിൻ കടന്നുപോയെങ്കിലും പിന്നീട് ട്രെയിൻ ഗതാഗതം തന്നെ താറുമാറാകുന്ന ഒരു സാഹചര്യത്തിലോട്ട് കാര്യങ്ങൾ പോയിരുന്നു. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത്, കൊച്ചി തുറമുഖത്ത് ജോലിക്കെത്തിയ ജീവനക്കാരെ സമരാനുകൂലികൾ തടഞ്ഞതാണ്. അത് നേരിയ രീതിയിലുള്ള സംഘർഷത്തിലോട്ട് കാര്യങ്ങൾ പോയെങ്കിലും പിന്നെ പോലീസ് തന്നെ ഇടപെട്ട് അത് പരിഹരിക്കുകയായിരുന്നു. എന്തായാലും ജോലിക്കെത്തിയവർ ഇപ്പോൾ ഉള്ളിലേക്ക് ജോലി സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ ആയിട്ടുണ്ട്. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, പ്രത്യേക സാമ്പത്തിക മേഖലയിലാണ്. നമുക്കറിയാം, കാക്കനാട് പ്രത്യേക സാമ്പത്തിക മേഖലയിലും സമരാനുകൂലികളുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായി. അവിടേക്ക് ജോലിക്കെത്തിയവരെ തടഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതിഷേധമായിരുന്നു ഉണ്ടായത്. അതിനുശേഷം പോലീസിനെ വലിയ രീതിയിൽ തന്നെ അവിടെ വിന്യസിച്ചുകൊണ്ടുള്ള പ്രശ്നപരിഹാരത്തിനാണ് നീക്കം നടന്നത്. ഏതായാലും ജോലിക്കെത്തിയവർ, അതായത് പ്രത്യേക സാമ്പത്തിക മേഖലയിൽ ജോലിക്കെത്തിയവർക്കും ജോലി സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ ആയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് മെട്രോയുടെ സർവീസ് ഇപ്പോഴും നടക്കുന്നത്. മെട്രോയുടെ സർവീസ് തുടർന്നു കൊണ്ടുപോകുന്നത് കൊച്ചിക്കാർക്ക് വലിയ രീതിയിലുള്ള ആശ്വാസമാകുന്നുണ്ട്. ആലുവ അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്ന് കലൂരടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് ആളുകൾക്ക് അതുകൊണ്ട് തന്നെ വരാനാകുന്നുണ്ട്. എന്നാൽ അവിടെ വന്ന് ഇറങ്ങുമ്പോൾ മറ്റിടങ്ങളിലേക്ക് പോകാൻ, അത് ഓട്ടോ ടാക്സി സർവീസുകൾ ഇല്ലാത്തത് വലിയ രീതിയിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം പറയേണ്ടത് ആലപ്പുഴയിലാണ്. ആലപ്പുഴയിൽ നമുക്കറിയാം,
നേരത്തെ അവിടെ ട്രെയിൻ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ധൻബാദ് എക്സ്പ്രസിനെയാണ് അവിടെ സമരാനുകൂലികൾ തടഞ്ഞത്. അതും ട്രെയിൻ ഗതാഗതം വലിയ രീതിയിൽ തന്നെ ട്രെയിൻ ഗതാഗതത്തെ ബാധിക്കുന്നതിലോട്ട് കാര്യങ്ങൾ പോയിരുന്നു. പിന്നെ സമയം തന്നെ പുനഃക്രമീകരിക്കേണ്ടി വന്നു റെയിൽവേക്ക്, ട്രെയിനുകളുടെ സമയം. ഇതോടൊപ്പമാണ് ഏതായാലും നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഇപ്പോഴും വലിയൊരു ഹർത്താലിന്റെ പ്രതീതി തന്നെയാണ് കൊച്ചി നഗരത്തിലുള്ളത്. ഭാഗികമായിട്ട് മാത്രമേ കടകൾ തുറന്നിട്ടുള്ളൂ. ഭാഗികമായി മാത്രമേ കടകൾ തുറന്നിട്ടുള്ളൂ. കൊച്ചി നഗരത്തിലടക്കം പണിമുടക്ക് വലിയ തോതിൽ പൂർണ്ണമായി തന്നെ കൊച്ചി നഗരത്തെയും ബാധിച്ചിട്ടുണ്ടെന്ന് വേണം പറയാൻ. ഇപ്പോൾ മനു ഭരത് കണ്ണൂരിൽ നിന്ന് ചേരുന്നു. മനു, കണ്ണൂരിൽ നേരത്തെ സമരാനുകൂലികൾ ട്രെയിൻ തടഞ്ഞിരുന്നു. ആ ട്രെയിൻ ഇപ്പോൾ യാത്ര ആരംഭിച്ചിട്ടുണ്ടോ? മറ്റു വിവരങ്ങൾ എന്താണ്? സനീഷ്, 4 ഇടത്താണ് കണ്ണൂരിൽ സമരാനുകൂലികൾ ട്രെയിൻ തടഞ്ഞത്. ട്രെയിൻ തടഞ്ഞ് അവരെ അറസ്റ്റ് ചെയ്യുകയും അവരെ നീക്കുകയും ചെയ്തതോടുകൂടി പിന്നീട് ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചു. ഏതായാലും കണ്ണൂർ നഗരം വലിയ തോതിൽ ഹർത്താലിനോട് അനുകൂല സമീപനമാണ് എടുത്തത് എന്ന് വ്യക്തമാണ്. കടകമ്പോളങ്ങൾ തുറന്നിട്ടില്ല. മോട്ടോർ വാഹനങ്ങൾ തൊഴിലാളികൾ സമരത്തോട് ഐക്യം പ്രഖ്യാപിച്ചതിനാൽ മോട്ടോർ വാഹനങ്ങൾ കൂടുതലായും നിരത്തുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. സ്വകാര്യ വാഹനങ്ങൾ മാത്രമേ ഉള്ളൂ. CITUവിൻ്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ KP സഹദേവൻ അദ്ദേഹം എന്നോടൊപ്പം ചേരുന്നു. ഏത് തരത്തിലുള്ളൊരു പ്രതികരണമാണ് കണ്ണൂരിൽ നിന്നുണ്ടായത്? നിങ്ങൾ തൊഴിലാളികളിൽ നിന്ന് പ്രതീക്ഷിച്ച സഹകരണം ഉണ്ടായോ? എന്തൊക്കെ ട്രെയിൻ തടഞ്ഞു, എന്തൊക്കെയായിരുന്നു അത് സംബന്ധിച്ചുള്ള നടപടികൾ? പണിമുടക്കം ജില്ലയിൽ പൂർണ്ണമാണ്. ഫാക്ടറി തൊഴിലാളികൾ, സംഘടിത മേഖലയിലെ തൊഴിലാളികൾ, അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ, പരമ്പരാഗത വ്യവസായ മേഖലയിലെ തൊഴിലാളികൾ, അതുപോലെ സഹകരണ മേഖലയിലെ തൊഴിലാളികൾ എന്ന് വേണ്ട സർക്കാർ ജീവനക്കാർ, കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാർ, അധ്യാപകരെല്ലാം തന്നെ പണിമുടക്കിൽ പങ്കെടുത്തു. ഞങ്ങൾ പ്രതീക്ഷിച്ചതിൽ അപ്പുറമാണ് ഈ പണിമുടക്കം. BMSലെ തൊഴിലാളികൾ, ഈ പണിമുടക്കം വിട്ടു നിൽക്കുന്ന BMSലെ തൊഴിലാളികളടക്കം ഈ പണിമുടക്കിൽ പങ്കെടുത്തു. പണിമുടക്കം ഈ ജില്ലയിലെ ജനങ്ങൾ, തൊഴിലാളികൾ മാത്രമല്ല ജനങ്ങൾ നെഞ്ചേറ്റിടുകയാണ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലുള്ള പണിമുടക്കമാണ് നടന്നത്. മാത്രമല്ല 4 സ്ഥലത്ത് പിക്കറ്റിംഗ് സംഘടിപ്പിച്ചു. റെയിൽ പിക്കറ്റിംഗ് കണ്ണൂർ, അതുപോലെ തലശ്ശേരി, കണ്ണപുരം, പയ്യന്നൂർ, ഈ 4 സ്ഥലത്ത് 100 കണക്കിന് ആളുകളാണ് ആ പിക്കറ്റിങ്ങിൽ പങ്കെടുത്തത്. ഇന്ന് ഇപ്പോൾ 166 മേഖലക്കകത്ത് തൊഴിലാളികളുടെ സദസ്സ് നടന്നുകൊണ്ടിരിക്കുക. പണിമുടക്കിയ തൊഴിലാളികൾ 166 കേന്ദ്രങ്ങളിൽ അവർ കൂട്ടായ്മ എന്ന രീതിയിലുള്ള സദസ്സ് സംഘടിപ്പിച്ചു. കണ്ണൂർ ജില്ലയിൽ മാത്രം. അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അതിലൊക്കെ തന്നെ 100 കണക്കിന് തൊഴിലാളികൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്ത മെച്ചപ്പെട്ട രീതിയിലുള്ള പണിമുടക്കമാണ്. പ്രതീക്ഷയിൽ അപ്പുറമാണ് ഈ പണിമുടക്കിലെ പങ്കാളിത്തം. പണിമുടക്കിനെ ജനങ്ങളാകെ അത് ഏറ്റെടുത്തു എന്നുള്ളതാണ്. കണ്ണൂർ ജില്ലയുടെ ഒരു കഴിഞ്ഞ കുറച്ച് ദിവസത്തെ ഒരു സ്വഭാവം, ഇവിടെ വലിയ തോതിൽ സംഘർഷാവസ്ഥയുണ്ടായിരുന്നു. പരസ്പരം അക്രമങ്ങൾ ഉണ്ടായിരുന്നു. ബോംബുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുന്നു. വലിയ കേന്ദ്രങ്ങളിൽ നിന്ന് ബോംബ് പിടിച്ചെടുക്കുന്നു. പണിമുടക്കുമായി സംസാരിക്കുമ്പോഴേക്ക് വലിയ തോതിലുള്ള അനുകൂല നിലപാടാണ് സമരത്തോട് ജനത്തിലുള്ളത്. എന്താണ് സമര നേതാക്കളടക്കമുള്ള ആളുകൾ പറയുന്നത്? ഞാൻ മനുവിലേക്ക് വരാം. അദ്ദേഹവുമായി സംസാരിക്കുകയാണ്. മലപ്പുറത്ത് നിന്ന് CV അനുമോദ് കൂടെ ചേരുന്നു വിവരങ്ങളുമായിട്ട്. മലപ്പുറത്തെ എങ്ങനെയാണ് അനുമോദ് സമരം ബാധിച്ചത്? സമരത്തോട് അനുകൂലമായ നിലപാടാണോ അവിടെ ഉള്ളത്? സനീഷ്, മലപ്പുറത്ത് മഞ്ചേരിയിലാണ് സമരവും പണിമുടക്കിനെ തുടർന്ന് വലിയ തോതിലുള്ള സംഘർഷം ഉണ്ടായത്. രാവിലെ ഇവിടെ കടകൾ തുറന്നിരുന്നു. തുടർന്ന് പ്രതിഷേധ പ്രകടനം നടത്തിയ സമരാനുകൂലികൾ കട അടപ്പിക്കുന്ന ഒരു സാഹചര്യം വന്നു. പക്ഷേ ഇതിനെതിരെ വ്യാപാരികൾ ഒന്നടങ്കം രംഗത്ത് വരികയും കട തുറക്കണം എന്ന് തീരുമാനമെടുക്കുകയും ചെയ്തു. ജില്ലാ പോലീസ് മേധാവിയുടെ സഹായം തേടി കൂടുതൽ പോലീസുകാരെയും മഞ്ചേരിയിൽ എത്തിച്ചു. തുടർന്ന് ചില കടകൾ തുറന്നു പ്രവർത്തിക്കുകയും ചെയ്തു. പക്ഷേ ഇതിനെതിരെ സമരാനുകൂലികൾ, പണിമുടക്കുന്നവർ വലിയ തോതിൽ സംഘടിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ മലപ്പുറത്ത് കണ്ടത്. ബലമായി കട അടപ്പിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. പല കടകൾക്ക് മുമ്പിലും വലിയ സംഘർഷാവസ്ഥ ഉണ്ടായി. പോലീസ് ലാത്തി വീശുന്ന സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തുകയായിരുന്നു. പക്ഷേ തുടർന്ന് കടകൾക്ക് പോലീസ് സുരക്ഷ ഏർപ്പെടുത്താം എന്ന ഒരു തീരുമാനമെടുക്കുകയും ചില കടകൾ, 2 or 3 കടകൾ തുറക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. അല്പസമയം മുമ്പ് ജില്ലാ പോലീസ് മേധാവി പ്രതീഷ് കുമാർ സംഭവ സ്ഥലത്തെത്തി മഞ്ചേരിയിലെത്തി കൂടുതൽ പോലീസിനെയും മഞ്ചേരിയിൽ ഇപ്പോൾ വിന്യസിച്ചിരിക്കുകയാണ്. തുറന്ന് പ്രവർത്തിക്കുന്ന കടകൾക്ക് സുരക്ഷ നൽകുമെന്ന് പോലീസ് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. സമരാനുകൂലികൾ ഒരു തരത്തിലും നിർബന്ധിച്ച് കടകൾ അടപ്പിക്കരുതെന്ന് ശക്തമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഒരു സംഘർഷാവസ്ഥയ്ക്ക് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ശക്തമായി നേരിടാനാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. പോലീസിന്റെ കൂടുതൽ സന്നാഹവും ഇപ്പോൾ മഞ്ചേരിയിൽ എത്തിയിരിക്കുന്നു. ചുരുക്കത്തിൽ സംഘർഷത്തിന് കാരണമായ ഇത് വ്യാപാരികൾ പിടിവാശി പിടിക്കുകയായിരുന്നു എന്നാണ് സമരാനുകൂലികൾ
സമരാനുകൂലികൾ പറയുന്നത്. കട അടപ്പിക്കാൻ നിർബന്ധിച്ചിട്ടില്ല, മറിച്ച് നിർദ്ദേശിക്കുകയായിരുന്നു, അപേക്ഷിക്കുകയായിരുന്നു. പക്ഷേ ഇവർ ശരി അനുമോദ വിവരങ്ങൾക്ക്. സംസ്ഥാനത്ത് സമരവുമായി ബന്ധപ്പെട്ട് ഒരു സംഘർഷാവസ്ഥ ഉണ്ടായിരിക്കുന്നത് ഈ മലപ്പുറത്ത് മഞ്ചേരിയിലാണ്. അവിടെ വ്യാപാരികൾ കടകൾ തുറന്നു, സമരാനുകൂലികൾ അടക്കാൻ ആവശ്യപ്പെട്ടു, അടച്ചില്ല. അതേ തുടർന്ന് നിർബന്ധമായി അടപ്പിക്കാൻ വന്ന സമരാനുകൂലികൾക്ക് മുന്നിലുള്ള ചെറിയ സംഘർഷാവസ്ഥയാണ് അവിടെ ഉണ്ടായത്. അതൊഴിച്ചാൽ വലിയ പ്രശ്നങ്ങൾ കേരളത്തിൽ നിന്ന് ഇവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇതുവരെ മഞ്ചേരിയിലാണ് ഇങ്ങനെയൊരു റിപ്പോർട്ട് ഉള്ളത്. തിരുവനന്തപുരത്ത് തമ്പാനൂരിൽ ഓട്ടോ ഡ്രൈവറുമായി ഒരു ചെറിയ വാക്കുതർക്കം സമരാനുകൂലികളുടേത് ഉണ്ടായിട്ടുണ്ട്. തിരിച്ചു വരാൻ മറ്റ് വാർത്തകളിലേക്ക് ഇടവേളയ്ക്ക് ശേഷം. വാർത്തകൾ തുടരുന്നു. സാമ്പത്തിക സംവരണത്തിനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്ത CPM നിലപാടിനെതിരെ INL സാമ്പത്തിക സംവരണം ഭരണഘടനാ വിരുദ്ധമാണ് എന്നും കേന്ദ്ര സർക്കാർ തീരുമാനം പിന്നാക്ക വിഭാഗങ്ങളെ ആശങ്കയിലാക്കുന്നതാണ് എന്നും INL സംസ്ഥാന പ്രസിഡന്റ് AP അബ്ദുൽ വഹാബ് ന്യൂസ് 18നോട് പറഞ്ഞു. ജാതി സംവരണത്തെ പിന്തുണക്കുന്നതാണ് CPMന്റെ ചരിത്രമെന്നും അബ്ദുൽ വഹാബ് വ്യക്തമാക്കി. മുന്നോക്ക വിഭാഗത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% സംവരണം ഏർപ്പെടുത്തിയ കേന്ദ്ര സർക്കാർ തീരുമാനത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM നേതാക്കളും സ്വാഗതം ചെയ്തിരുന്നു. എന്നാൽ സാമ്പത്തിക സംവരണം ഭരണഘടനാ വിരുദ്ധമാണെന്ന നിലപാടുമായി INL സംസ്ഥാന പ്രസിഡന്റ് AP അബ്ദുൽ വഹാബ് രംഗത്തെത്തി. ആ അവകാശത്തെ ഹനിച്ചുകൊണ്ടോ സർക്കാരിന്റെ സാമ്പത്തിക നിർമ്മാർജ്ജന പദ്ധതികളാണെങ്കിലും മറ്റെന്ത് പദ്ധതികളാണെങ്കിലും നടപ്പാക്കുന്നത് അർത്ഥമില്ല. അത് സംവരണത്തെ നിഷേധിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമായ ഒരു സംഗതി കൂടിയാണ്. ജാതി സംവരണം ഏർപ്പെടുത്തിയത് ആ വിഭാഗത്തിന്റെ അർഹമായ പ്രാതിനിധ്യത്തിനു വേണ്ടിയാണ്. സാമ്പത്തിക സംവരണം പിന്നോക്ക വിഭാഗങ്ങളെ ആശങ്കയിലാക്കും. ആനുകൂല്യം ലഭിക്കുന്ന ആളുകൾക്ക് ആ വിഹിതത്തിൽ നിന്ന് അത് മറ്റേതെങ്കിലും വഴികളിലേക്ക് അത് മാറ്റി വെക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണത്. CPMലെ മുൻകാല നേതാക്കൾ ജാതി സംവരണത്തിനൊപ്പം നിന്നവരായിരുന്നുവെന്നും AP അബ്ദുൽ വഹാബ് ഓർമ്മിപ്പിച്ചു. ഇടതുപക്ഷ ഗവൺമെന്റുകളാണ് വാസ്തവത്തിൽ സംവരണം ഉറപ്പുവരുത്താൻ ഓരോ ഗവൺമെന്റ് സർവീസുകളിലും ഗവൺമെന്റ് നിയമനങ്ങളിലും സംവരണം ഉറപ്പുവരുത്താനുള്ള നടപടിക്രമങ്ങൾ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റുകളാണ് കേരളത്തിൽ നടപ്പാക്കിയത്. CPM നിലപാടിനെതിരെ LDF ഘടകകക്ഷി രംഗത്തെത്തിയത് മുന്നണിയിൽ ചർച്ചയാകും. അതേസമയം സാമ്പത്തിക സംവരണത്തെ സ്വാഗതം ചെയ്ത CPM നിലപാട് രാഷ്ട്രീയ ആയുധമാക്കാനാണ് മുസ്ലിം ലീഗ് തീരുമാനം. മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18 കോഴിക്കോട്.